പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് സഭയിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന രക്ഷാകരമായ വിടുതലിനെയോർത്ത്, സ്വാതന്ത്ര്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിശാചിന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി അവന്റെ അവകാശത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവെ, മത്തായി 28:18 അങ്ങ് പറഞ്ഞില്ലേ, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാചിന് ലഭിച്ച എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും കുരിശുമരണത്തിലൂടെ തിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച പൗരോഹിത്യ അധികാരത്തില്, സഭയുടെ അധികാരത്തില്, വിമോചന പ്രാർത്ഥനയില് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കാൻ, പഠനത്തെ, സാമ്പത്തിക മേഖലകളെ, ഞങ്ങളുടെ മക്കളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിച്ചുകൊണ്ട് ഇന്നേ ദിനം കർത്താവെ, അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങത്തിന് മുമ്പില് ഈ 2-ാം ദിനത്തില്, ഈ നൊവേനയില് വലിയ വിടുതലിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രവെച്ച് നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മിഖായിൽ മാലാഖയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, തിരുസഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കുടുംബത്തെ, വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, നമ്മുടെ മക്കളെ, മക്കളുടെ പഠനം, ജോലി, സ്വഭാവം, ചിന്തകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി ഒതുങ്ങി പിടിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ഒരു സ്വാധീന പാർശ്വബലങ്ങളോ ശക്തികളോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ മക്കളെയോ തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലും വലിയ വിടുതല് അനുഭവിക്കാനിടയാകത്തക്ക വിധത്തിലും കർത്താവിന്റെ തിരുരക്ത കോട്ട കെട്ടി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങൾക്കുള്ള സകലതിനെയും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥന നമുക്കൊരുമിച്ച് സ്വന്തമാക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം കർത്താവിലേക്ക് ഉയർത്തി നമ്മുടെ ശക്തമായ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച്
കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അന്ധകാര ശക്തികളും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ബഹിഷ്കരണ വിടുതൽ പ്രാർത്ഥന എല്ലാ മക്കളും സ്വന്തമാക്കുക. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും തടസ്സങ്ങളും ദുരിതങ്ങളും ആപത്തുകളും ദാരിദ്ര്യങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, എതിർ പ്രാർത്ഥനകളെ, ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും പൈശാചിക ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന്, ഇവരുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവരെയോ, ഇവരുടെ ജീവിതങ്ങളെയോ, ഇവരുടെ കുടുംബങ്ങളെയോ, ഇവരെ പ്രിയപ്പെട്ടവരെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും, രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ
സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയൊരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചികളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സാന്നിധ്യ സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ, ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന വലിയ വിടുതലിനെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ വിടുതലിന്റെ ശക്തി ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും, ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട സാത്താന്റെ സ്വാധീനങ്ങള്, അവന്റെ കെട്ടുകള്, അവൻ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങള്, അവൻ അടക്കപ്പെടുത്തിയിരിക്കുന്ന കെണികള്, അവൻ കുടുക്കിയിട്ടിരിക്കുന്ന വലകള് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ കുടുംബങ്ങളെ, ഇവിടെ പ്രിയപ്പെട്ട യുവമക്കളെ, കുഞ്ഞുമക്കളെ, ഇവിടെ ജീവിത പങ്കാളി, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെല്ലാവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ സ്വന്തമാക്കി അങ്ങയുടെ മക്കളെ മാറ്റണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുരക്ത കോട്ട കെട്ടി അങ്ങയുടെ വലിയ ശക്തി പ്രകടമാക്കി അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണത്തില് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇവിടുത്തെ എല്ലാ പൂർണ്ണതയിലും സൗഖ്യവും സമാധാനവും രക്ഷയും ജീവനും പ്രാപിക്കാൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പുതിയ അഭിഷേകത്താല് ജീവന സമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ആശീർവാദം സ്വീകരിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ.
ഞങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും അടിസ്ഥാനത്തില് സാധാരണ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും വിടുവിച്ചെടുക്കുന്ന അതിശക്തമായ പ്രാർത്ഥന ഈ നൊവേന ദിവസങ്ങളില് കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ അത് യോഗ്യതയോടെ സ്വീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ.